ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? ഞാനും ഇവിടെ സുഖമായിരിക്കണോ. അപ്പം ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് അല്ലെങ്കിൽ ലേഡീസ് കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. അതായത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളും അതുപോലെ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങളെ കൊണ്ട് ചെറിയ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൂചി കൊണ്ട് എടുക്കുന്നത് തൂമ്പ കൊണ്ട് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞ പോലെ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് കൂടിയും അതുപോലെ തന്നെ നമ്മളോട് നേരിട്ടും ഇങ്ങനത്തെ ഇത് പങ്കുവച്ചതിന് നന്ദിയുണ്ട്. അതുപോലെ ഒരു ഉപകാരമായി ഈ വീഡിയോ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇട്ടു പോകുന്ന കാര്യങ്ങളാണ് പിന്നീട് ഇങ്ങനെയൊക്കെ വരുന്നത്. എനിക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഏത് ഡോക്ടറെ കാണണ്ടേ, എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കേണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നേരിട്ടും അല്ലാതെയും ചോദിക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പങ്കുവച്ചതിൽ അതുപോലെ തന്നെ അതെല്ലാവർക്കും ഇങ്ങനെ ഒരു ഉപകാരമായി മാറി എന്നുള്ളതിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മൾ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടാലും നമ്മൾ ചിന്തിക്കും, ഇനി ഒന്ന് ഡോക്ടറെ പോയി കാണണം, അല്ലെങ്കിൽ ഇനി വേദന വരുന്നത് വെച്ചുകൊണ്ടിരിക്കണില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കെങ്കിലും കൂടിയിട്ട് നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ വീണ്ടും എന്ന മട്ടിൽ വിടും. അങ്ങനെ നമുക്ക് നിസാരം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിട്ട് ഓരോ ദിവസവും തള്ളി നീക്കി പോയിക്കൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് നമുക്ക് ഓപ്പറേഷനുകളാണെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും വീണ്ടും നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയണ്ടായി, എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പം അത് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയാവാൻ, ഏട്ടനും ഏറ്റവും കൂടുതൽ പേടിയാവാൻ കാരണം ഞങ്ങൾ അറിയുന്ന ഒരു വ്യക്തിക്ക് സംഭവിച്ച ഒരു കാര്യമാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മെൻസസ് ക്ലിയർ അല്ലാതെ ആവുക, അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അടിവയറ്റിൽ വേദന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട്, അത് മലദ്വാരത്തിലുള്ള പ്രശ്നങ്ങളെ കൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നമുക്ക് രക്തത്തിനെ ചുറ്റിയിട്ട് എൻഡോമെട്രിയം തിക്നെസ് ഒക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ എൻഡോമെട്രിയം തിക്നെസ് നല്ലതുപോലെ ഉണ്ടാവുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിക്കും. അതുപോലെ നമ്മൾ ഭാര്യ ഭർത്തൃബന്ധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിസ്സാരം എന്ന് നമ്മൾ കരുതി വിടാതെ അതൊക്കെ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ ചിലപ്പോൾ ഭാര്യയ്ക്ക് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഭർത്താവിന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് ഭർത്താവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പല രീതിയിലും നമുക്കിതൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ പീരീഡ്സ് റെഗുലർ ആണോ എന്ന് മാത്രം നോക്കിയത് കൊണ്ടായില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിതുപോലെ പീരീഡ്സ് റെഗുലർ ആയിരുന്നില്ല. അതുപോലെ ആവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചിലവർക്കൊക്കെ 7 ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് സ്പോട്ട് പോലെ കാണുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതിലും കൂടുതൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പീരീഡ്സിൽ അത്ര ദിവസങ്ങളൊന്നും കൂടുതൽ വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കാണുക വെച്ചാൽ നമ്മളൊരു ഡോക്ടറെ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അവർക്കത് പുറത്ത് പറയാൻ മടിച്ചിട്ടും ആരുടെങ്കിലും സംശയം പറയാനായിട്ടും മടിച്ചിട്ട് അത് അവർ വെച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അവർ ഭർത്താവ് എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് എന്നോട് ഇതുപോലെ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ആണ്, അപ്പോൾ എന്താ ചെയ്യുക, ഏത് ഡോക്ടറിനെ കാണിക്കേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഗൈനക്കോളജിസ്റ്റിനെ കണ്ടോളൂ. അത് നമ്മുടെ വടക്കാഞ്ചേരിയിൽ ഡോക്ടർ സുജാ ബോബി ഉണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടർക്ക് വേണമെങ്കിൽ വിളിച്ച് പറയാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് പരിചയമുള്ളവർ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറോട് വിളിച്ച് പറയാറുണ്ട്. ഞാൻ ആ സമയം റിസൈൻ ചെയ്ത സമയമാണ്, ഞങ്ങൾ എറണാകുളത്തായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഡോക്ടറോട് ഇപ്പം ഞാൻ റിസൈൻ ചെയ്ത് പോന്നാലും ആവശ്യങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലിലേക്കാണെങ്കിലും അതുപോലെ ഡോക്ടേഴ്സിനോടാണെങ്കിലും ഞാൻ വിളിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ ശ്രീനിവാസൻ വടക്കാഞ്ചേരി ഉണ്ട്, ആള് ഗൈനക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനൊക്കെ പേര് കേട്ട ഡോക്ടറാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പ്രജിക്ക് അവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിൽ, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ അങ്ങനെ നമുക്ക് ഡോക്ടേഴ്സിനോട് പരിചയമുള്ളത് കൊണ്ടും നമ്മൾ അവരോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടേഴ്സിനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഇപ്പം നമ്മൾ വിളിച്ച് പറയണമെന്നില്ല. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞ പേഷ്യൻറ്റിനെ നോക്കും, അതല്ല. എന്നാലും അവരെന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ ഞാൻ പരിചയമുള്ളതല്ലേ വെച്ചിട്ടാണ് ഒന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് പറയാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ വിശദമായിട്ട് പരിശോധനയൊക്കെ കഴിഞ്ഞു, സ്കാനിങ് ഒക്കെ ചെയ്തു. അതിനുശേഷം ഡോക്ടർ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് കുറച്ച് കോംപ്ലിക്കേഷനാണ്, ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ട്, ഓവറി സിസ്റ്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും ഉടനെ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അവരോട് വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ജ്യോതി വിളിച്ച് പറഞ്ഞതുകൊണ്ട് ജ്യോതിനെ അറിയിച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് അവരെനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ്
പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത് പറഞ്ഞു. അപ്പം നമുക്ക് പിന്നെ ഒരാളെ സർജറിയുടെ കാര്യങ്ങളായിക്കോട്ടെ ബാക്കി ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അതിലൊന്നും ഞാൻ ഇടപെടാറില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം എന്തെങ്കിലും കാര്യങ്ങളില്ലാതെ പറയില്ല. അപ്പോൾ അവർ എനിക്ക് സ്കാനിങ് റിപ്പോർട്ട് അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ഫൈബ്രോയിഡ് വലിപ്പമൊക്കെ ഉണ്ട്, ഓവറിയിൽ സിസ്റ്റ് ഉണ്ട്, അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞ പ്രകാരം ചെയ്യുന്നേ നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ വേണമെന്ന് വെച്ചാൽ വേറൊരു ഡോക്ടറെ പോയി കണ്ടോളൂ, ഒരു ഗൈനക്കോളജിനെ തന്നെ വേറെ പോയി കണ്ടോളൂ. ഒരാളെ കണ്ടിട്ട് നമ്മൾ ഉടനടി സർജറി നമ്മൾ ചെയ്യണം എന്നില്ല. നമ്മൾ 2-3 ഡോക്ടേഴ്സിന് നമുക്ക് കാണാം അല്ലേ. കണ്ടിട്ട് നമുക്ക് അവരെന്താ പറയണ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം. എപ്പോഴും നമ്മുടെ പ്രായം അനുസരിച്ചിട്ട് ചിലപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യണം നിർബന്ധമായിട്ട് ഒരു ഡോക്ടർമാരും പറയില്ല, അല്ലെങ്കിൽ നമുക്ക് ഓവറി കളയണം എന്നുള്ളത് ഒരു ഡോക്ടർമാരും പറയില്ല. കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ശരീരത്തിന് നമുക്ക് വേണ്ട അവയവങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മുടെ ശരീരത്തിന് എന്താ പറയുക, പണ്ടുള്ളവർ പറയും യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ബലം പോയി എന്ന് പറയും പണ്ടത്തെ ആൾക്കാർ. അപ്പോൾ അതെന്തോ ആവട്ടെ, അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം എടുത്തു മാറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര പെട്ടെന്നാണ് എടുത്തു മാറ്റാനായിട്ട് നമ്മളെ അറിയുന്ന ആരും പറയില്ല. അറിയാത്ത ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ പറയുണ്ടാവുമായിരിക്കാം. എന്തായാലും അവരോട് നിർബന്ധമായിട്ടും പറഞ്ഞു. അപ്പോൾ അവർ വേറൊരു ഒപ്പീനിയൻ എടുക്കാൻ തയ്യാറല്ല, സർജറി ചെയ്യാനും തയ്യാറല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം എന്താണ്, പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ പോണു. അപ്പോൾ അന്ന് ഡോക്ടർ എന്താ മെഡിസിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീരീഡ്സ് റെഗുലറായിട്ട് വന്നു. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അവർ പിന്നെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെയായി. 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെയാണെന്ന് കൊണ്ട് എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടി ഡോക്ടറെ കാണിച്ചോളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഡോക്ടറെ തന്നെ കാണിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോക്ടറെ കാണിച്ചോളൂ. എന്തായാലും ഇങ്ങനെയൊക്കെ അറിഞ്ഞതല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞതല്ലേ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓവറിയിൽ നമുക്ക് CA 125 ചെയ്യുന്ന സമയത്ത് 35 വരെയാണ് നമുക്ക് ലേഡീസിന് വേണ്ടത് അളവ്. അതിൽ ഏകദേശം അടുത്ത സ്ഥാനമൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഓവറി റിമൂവ് ചെയ്യാൻ തന്നെയാണ് ഡോക്ടേഴ്സ് പറയാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർ പിന്നെയും പോയിട്ട് വേറെ ടെസ്റ്റുകളോ അല്ലെങ്കിൽ സ്കാനിങ്ങോ അല്ലെങ്കിൽ വേറെ ഒരു ഡോക്ടറെ കാണലോ ഒന്നും ഉണ്ടായില്ല. അതിനുശേഷം അവർ നല്ലതുപോലെ ഇങ്ങനെ ക്ഷീണിച്ച് വരികയാണ് കേട്ടോ. നല്ലപോലെ മെലിഞ്ഞതായി, അത്യാവശ്യം വലിയ തടിയൊന്നല്ല എന്നാലും അത്യാവശ്യം തടിയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി നല്ല ക്ഷീണിച്ച് വന്നു. മുഖമൊക്കെ ഇങ്ങനെ ഒട്ടിയ പോലെയായി, കൈയൊക്കെ ഇങ്ങനെ നമ്മുടെ വിരലിനെയൊക്കെ കുറച്ചും കൂടി ഉള്ളൂ ആ ലെവലിലൊക്കെ ആയിട്ടാ. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇടയ്ക്കൊരു ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അത്രയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടാണ് പിന്നെ അവർ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആയിട്ട് നോക്കിയപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല. ഡോക്ടർ പറഞ്ഞു നോക്കി നോക്കട്ടെ, ഓപ്പൺ സർജറി ചെയ്യേണ്ടി വരും, യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും, അതുപോലെ ഓവറിയും എടുത്ത് കളയേണ്ടി വരും, എന്തായാലും ഈ ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് CA 125 ചെയ്തപ്പോൾ അവർക്ക് 300ൻ്റെ അടുത്തൊക്കെ കാണിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ റിസൾട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഏട്ടനോട് പറഞ്ഞു കേട്ടോ, 35 വരെ പാടുള്ളൂ എന്നല്ലേ പറഞ്ഞേക്കണത്, ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെന്നാണ് നമ്മൾ പിന്നെ ഒന്നും കൂടുതൽ അഭിപ്രായങ്ങളൊന്നും ഒരാളോടും കൂടുതൽ പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മളൊരു ഡോക്ടറല്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ എടുത്തോളന്നില്ല. നമ്മുടെ ആൾക്കാരനെ നമ്മുടെ അഭിപ്രായങ്ങൾ എടുക്കാത്ത കാലഘട്ടമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു ദിവസം ഇതുപോലെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, കാണാൻ ചെന്നപ്പോൾ എന്നോട് പറയണേ, അന്ന് നിങ്ങൾ പറഞ്ഞ സമയത്ത് വേറെ ഡോക്ടറെ കണ്ടിട്ട് അല്ലെങ്കിൽ 1-2 പേരെ കാണായിരുന്നു. ആ 2 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് ഇന്ന സമയത്ത് ചെയ്തതല്ലേ സ്കാനിങ്ങും, പിന്നെ അന്ന് നിങ്ങൾ പറഞ്ഞിട്ട് ഡോക്ടറെ കണ്ടതൊക്കെ. അതിന് ശേഷം പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് അന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴൊന്ന് കാണാമായിരുന്നു, അത് കാണാഞ്ഞത് അബദ്ധമായി. ഇപ്പോൾ എന്തെന്നാണ് ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്രയും മനസ്സിലാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ സർജറി ചെയ്യാനായിട്ട് അവർ ഓപ്പൺ ചെയ്തു, ഡോക്ടർമാർ ഓപ്പൺ ചെയ്ത സമയത്ത് ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി. കാരണം ഉള്ളിലാകെ പഴുത്തിരിക്കാന്നല്ല, ആകെ ഒന്നും എവിടെയും തൊടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തണ വരെ ഇവർ വെച്ചുകൊണ്ടിരുന്നപ്പോഴോ അത് കഴിഞ്ഞിട്ട് ആ അവസ്ഥയിലായി. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തന്നെ തുന്നിക്കെട്ടുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് നോക്കി നോക്കുമ്പോൾ ആ ഡോക്ടറോടൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എന്തും ഏറ്റെടുക്കാൻ തയ്യാറുള്ള ചില ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു ഞാൻ സർജറിയൊക്കെ ഞാൻ ചെയ്യാം, പക്ഷേ ഇവരുടെ യൂട്രസിൽ ഫുള്ള് ക്യാൻസറായിട്ട് മാറിയിട്ടുണ്ട്, പിന്നെ അതുപോലെ ഓവറിയിലും ക്യാൻസറാണ്, പിന്നെ ഈ യൂട്രസിൽ നിന്നും അത് മുകളിലേക്ക്, അതായത് ശ്വാസകോശത്തിൻ്റെ അതുവരേക്കോ വയറിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ പടർന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പടർന്നുണ്ട് എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ഞാൻ സർജറി ചെയ്ത് തരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സർജറി ചെയ്തു കേട്ടോ. സർജറി ചെയ്തിട്ട് യൂട്രസും
ഓവറൊക്കെ എടുത്തു കളഞ്ഞു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ ഒരു കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകണു കേട്ടോ. അപ്പോൾ കീമോ ചെയ്യലും കാര്യങ്ങളും എല്ലാം ചെയ്തു. പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വേഗം RCCയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയും. അപ്പോൾ RCCയിലേക്ക് പോയി കേട്ടോ. പിന്നെ എല്ലാവർക്കും സാമ്പത്തികമൊക്കെ വേണ്ടേ. നമ്മൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നമുക്കറിയാം ഒരു വീട്ടിലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ എന്തായാലും RCCയിലേക്കൊക്കെ പോയി. അവർ RCCയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റും കീമോ കാര്യങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിന്നെ ഒരു പ്രാവശ്യം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആളും ഉഷാറായി. പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ചിട്ട് അത്രയും കണ്ട് ആകുലതപ്പെട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ലാത്തത് കൊണ്ട് ഇപ്പം നമ്മളൊക്കെ വെച്ചാൽ അയ്യോ എന്താണാവുക ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയാണാവുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷീണം തളർച്ചയും വരുന്നത്. അവർ അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ല ഉഷാറൊക്കെ ആയിട്ട് നമുക്ക് തോന്നിയിട്ടാ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വയ്യാതെയായിട്ട് കൊണ്ടുചെന്ന സമയത്ത് ഇപ്പോൾ രണ്ടാമത് സർജറി ചെയ്ത ഡോക്ടറത്തേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇപ്പം മുകളിലേക്ക് ശ്വാസകോശത്തിലേക്കും അതുപോലെ അങ്ങോട്ട് നെഞ്ചിൻ്റെ അതുവരയ്ക്കും പടർന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പടർന്നിട്ടുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി പറ്റില്ല. പിന്നെ മാത്രമല്ല എന്തെന്നാണ് കീമോ കാര്യങ്ങളൊക്കെ ഇനി തന്നു കഴിഞ്ഞാൽ ശരീരം വീക്കായിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം പറ്റുമല്ലോ. അപ്പോൾ പൊതുവേ ഇങ്ങനെ ഈ ക്യാൻസർ എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസിക ബലം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ നമുക്ക് ധൈര്യം എത്രത്തോളം ഉണ്ടെച്ചാൽ അത്രത്തോളം ട്രീറ്റ്മെൻറ്റ് ഫലിക്കുക എന്ന് പറയും. അപ്പോൾ അവർക്ക് ആ ധൈര്യം ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി നാൾ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൂടെ പോയി. പക്ഷേ അതിനുശേഷം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ആ ഡോക്ടർ എന്നെ ചോദിച്ചു നിങ്ങൾക്കിങ്ങനെ ഫൈബ്രോയിഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നില്ലേ, അത് നിങ്ങൾ അപ്പം ചെയ്തു ഈ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് സാമ്പത്തികമായ നഷ്ടം വരില്ല, നിങ്ങൾക്ക് ഇത്ര വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല, നിങ്ങളുടെ ജീവൻ തന്നെ ഇങ്ങനെ അപകടത്തിലാവില്ല. അപ്പോൾ അത് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോടും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഭർത്താവിനോട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഭർത്താവ് ഞാൻ എന്താ പറയുക, എന്ത് പറഞ്ഞാലും അവൾ കൂട്ടാക്കില്ല, ഹോസ്പിറ്റലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ കൂട്ടാക്കില്ല, പിന്നെ ഇനി അതൊന്നും വേണ്ട, ഓപ്പറേഷനൊന്നും വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ശരിയാണ്, നമുക്ക് പേടിയാവും. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സൂചി കൊണ്ട് കുത്തുന്നത് തന്നെ പേടിയുള്ള ഞാനാണ് 3 സർജറി കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ടെൻഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലത്തെ പണികൾ ചെയ്തു, നമ്മുടെ ഭർത്താവിനെ നോക്കി, മക്കളെ നോക്കി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി, നമ്മളില്ല എന്നുണ്ടെങ്കിൽ അയ്യോ നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ട, നമ്മളില്ലെങ്കിലും അവരൊക്കെ ജീവിക്കും, ഇല്ല എന്നല്ല പറയുന്നത്. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മളെ ആലോചിച്ച് അവർ വിഷമം ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ വേദനകളെല്ലാം നമ്മൾ സ്വയം നമ്മൾ ഏറ്റെടുക്കണ്ടേ. അപ്പോൾ അത് അസുഖങ്ങൾ ആർക്കും വരാതിരിക്കട്ടെ കേട്ടോ ദൈവമേ. ഞാൻ എപ്പോഴും അതാ ചിന്തിക്കാറ്. നമ്മൾ ചിന്തിക്കും പ്രായമായ ആരും നമ്മളെ നോക്കുക എന്നൊക്കെ, പ്രായമായ ആരും നോക്കാനുള്ള അവസ്ഥ വരാതിരിക്കട്ടെ, നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കട്ടെ, ദൈവത്തിനോട് അത്ര തന്നെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ വരാൻ വച്ചത് വഴി തങ്ങില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോരുമ്പോൾ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും, അതൊക്കെ ഇങ്ങനെ നടക്കുന്നു വേണം. എങ്കിലും നമ്മളെപ്പോഴും അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ശരിയാണ്, ഞാനും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അങ്ങനെ. അപ്പോൾ ഓരോ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ നിസ്സാരം എന്ന് വെച്ച് കഴിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇത്രയും വലിയ ദുരിതപൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങളും സാമ്പത്തികമായ നഷ്ടമാണെങ്കിലും എല്ലാവരുടെ അടുത്തും ഇപ്പോൾ സാമ്പത്തികമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾക്ക് അറിയാം, നമുക്ക് വിവരമുണ്ട്, എല്ലാം ഉണ്ട്, എങ്കിലും നമ്മളും എന്തൊരു വേദന വന്നാലും നമ്മളത് സഹിച്ചിട്ട് നമ്മൾ നടക്കും. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഗുളിക കഴിച്ച്, നിസ്സാരം ഒരു തലവേദനയാണെങ്കിൽ തന്നെ. അപ്പോൾ തലവേദന വരുമ്പോഴും നമുക്കിതുപോലെ പേടി തന്നെയാണ് അല്ലേ. അയ്യോ എന്താണ് അവ, അപ്പോൾ പലതും കേൾക്കാണ്ടല്ലോ എപ്പോഴും തലവേദന വന്നു അല്ലെങ്കിൽ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു, അപ്പോൾ അവർക്ക് ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പല കഥകളും കേൾക്കുന്നുണ്ട് അല്ലേ. എങ്കിലും ഒരു തലവേദന വന്നാൽ നമ്മൾ ഉടനടി ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്കൊന്നും പോവില്ല, എന്തെങ്കിലും ഒരു ഗുളിക കഴിക്കും, നമ്മൾ പണികൾ നോക്കും, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ സ്ത്രീകളിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്ന ഒരു രീതിയാണിത്. എന്ത് വന്നാലും സഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതി, അവനവൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുടുംബത്തിൽ തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻഡോമെട്രിയം തിക്നെസ് കൂടി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എനിക്കൊക്കെ രക്തത്തിനൊക്കെ ചുറ്റി കുടലിനെയൊക്കെ ചുറ്റിയിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും എനിക്കത് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം കുടലിനെ ചുറ്റിയത് കാരണം കുടലൊന്ന് ചുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളുകൾ എപ്പോഴൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഭക്ഷണ രീതി തന്നെ ശ്രദ്ധിക്കണം. എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വല്ല വേദന, എനിക്ക് ഇവിടെ അങ്ങനെ വേദന വരും, ഇപ്പോഴും ഉണ്ടരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ നമ്മൾ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കില്ല. അതായത് ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചപ്പാത്തി ആണെങ്കിൽ പോലും ഞാൻ കഴിക്കില്ല. അതെന്താ കഴിക്കാതിരിക്കുന്നത് വെച്ചാൽ ആ സമയങ്ങളിൽ
കഞ്ഞി കുടിക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേദന വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുക വെച്ചാൽ ആ സമയങ്ങളിൽ കഞ്ഞി മാത്രം കുടിക്കുക. കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ അതിന് കുടലിൻ്റെ ആ ചുങ്ങലിന് കുറച്ച് വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അങ്ങനെ കഞ്ഞി മാത്രം കുടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി, ഇന്നത്തെ ഭക്ഷണ രീതികളും നമുക്ക് ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. എപ്പോഴും കട്ടിയുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വറുത്തതും പൊരിച്ചതും അതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴും ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അറിയുന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ ഉണ്ടായി. അപ്പോൾ ആ കുട്ടിക്ക് ദോശയാണ് ഇഷ്ടം. അപ്പോൾ എപ്പോഴും ദോശ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതുപോലെ ഡോക്ടർ ശശിധരനെ തന്നെ വന്ന് കണ്ട കുട്ടിക്ക് ഇങ്ങനെ വയറുവേദനയാണ് പറഞ്ഞു. വയറുവേദനയല്ല ശരിക്കും നമുക്കത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഒരു തരം എരിയണ പോലെയുള്ള വേദനയല്ല, എന്താ ഒരു വിഷമാണ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അപ്പം അത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവും. അതിപ്പോൾ ഏത് സൈഡിൽ ഭാഗത്താണ് പിടിച്ചാൽ അറിയില്ല നമുക്ക്. എനിക്ക് ഇവിടെയാണ്, ആ കുട്ടിക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഡോക്ടർ പറഞ്ഞു ദോശ കൊടുക്കരുത്, നിങ്ങൾ രാവിലത്തെ ഭക്ഷണം ദോശ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഭക്ഷണം ദോശ പറഞ്ഞിട്ട് കഴിക്കരുത്, ദോശ കഴിച്ചത് കൂടുള്ളൂ, കാരണം ഒരു കട്ടി പോലെയല്ലേ. അപ്പം കഞ്ഞി കുടിക്കട്ടെ, കഞ്ഞി കൊടുക്കൂ, അങ്ങനെയാണെന്ന് പറയും. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ തോന്നുക വെച്ചാൽ നിങ്ങൾ തന്നെ സ്വയം നോക്കൂ, 1-2 ദിവസം കഞ്ഞി കുടിച്ച് നോക്കൂ, നമുക്ക് വയറിനൊക്കെ ഒരു സുഖം തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഞ്ഞി ആക്കണമെന്ന് നല്ലതാട്ടോ. അപ്പോൾ പറയും ഷുഗറുള്ളവർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ കുഴപ്പമില്ല, ചാമരിയുടെ കഞ്ഞി ഉണ്ടാക്കിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ മില്ലറ്റുകൾ ഇനി വേണ്ട, നമ്മുടെ മട്ടരിക്കാണെങ്കിൽ തന്നെ നമ്മൾ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ തെർമൽ കുക്കറിൽ പുഴക്കി വെക്കില്ലേ, അങ്ങനെ വെച്ചിട്ട് കഞ്ഞി കുടിച്ച് നോക്കൂ, ഒട്ടും കൊഴുപ്പില്ലാതെ കിട്ടുക നമുക്ക്. നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുക അല്ലെങ്കിൽ കുക്കറിലൊക്കെ വേവിക്കുമ്പോഴാണ് നല്ല കൊഴുപ്പായിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും കൊഴുപ്പില്ലാണ്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ വേണ്ട, ഇത്തിരി തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത്തിരി പൊടിയേരി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോഴും നമുക്ക് നല്ല കഞ്ഞിയായിട്ട് കുടിക്കാൻ. ചിലർക്ക് പൊടിയിലൊന്നും ഇഷ്ടമാവില്ല എന്നാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ഭക്ഷണ രീതികളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ മാറും കേട്ടോ. പിന്നെ നമുക്ക് എന്താണ് മോഷൻ ക്ലിയർ ആവാതിരിക്കുക, ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വേദനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കുടലിൻ്റെ ഈ ഭാഗങ്ങളിൽ നമുക്കിങ്ങനെ വേദനിക്കുക, തൊടുമ്പോൾ ഒരു കട്ടി പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണശീലം ശരിയല്ലാതെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ അതുപോലെ കഞ്ഞി 1-2 ദിവസമൊക്കെ കഞ്ഞിയായിട്ട് കുടിക്കുക വെച്ചാൽ നമുക്കൊരു മാറ്റം വരും. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള ഇപ്പോഴത്തെ മാറ്റങ്ങളെ കൊണ്ടൊക്കെയാണ് പലവിധ അസുഖങ്ങളും വരുന്നത്. അപ്പം നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. കഴിയുന്നതും നമുക്ക് ഇന്നൊക്കെ നമ്മൾ പണ്ടത്തെ പോലെയല്ല, ഇന്നൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടമായി തുടങ്ങിയില്ലേ. പുറത്ത് പോയി ഒന്ന് ഭക്ഷണം കഴിക്കുക, ഹോട്ടലിലത്തെ ഭക്ഷണം ഒന്ന് കഴിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ കഴിക്കണം എന്നൊക്കെ തോന്നും അല്ലേ. അതുപോലെ വറുത്തതും പൊരിച്ചതെന്ന് പറഞ്ഞ പോലെ ചിക്കനൊക്കെ നമ്മുടെ ഞെക്കി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ ഭക്ഷണ രീതികളിലാണെങ്കിലും മാറ്റങ്ങൾ വരുത്തുക. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കാരണം ഇതാണ്. ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ ഒരു അനുഭവം കൂടി പങ്കുവെച്ചതാണ് കേട്ടോ, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ. അപ്പോൾ അതും നമ്മൾ എത്രയൊക്കെ ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ ശ്രദ്ധയ്ക്കൽ കുറവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്, എന്നാലും അതൊന്ന് പങ്കുവെച്ചൊന്നും മാത്രം കേട്ടോ. അപ്പം നമ്മുടെ ഞെക്കിക്കുട്ടൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.